മാമ്പഴക്കാലം എന്നാൽ കുറ്റ്യാടി, നാഥാപുരം, വടകര മേഖലയിലുള്ളവർക്കെല്ലാം അരൂർ ഒളോർ മാങ്ങയുടെ കാലമാണ്. തേനൂറും മധുരമുള്ള അരൂർ ഒളോർ മാങ്ങയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ തവണ വാർത്ത നൽകിയിട്ടുണ്ട്. നിങ്ങളിലേക്ക് അതിൻ്റെ വിശേഷങ്ങൾ എത്തിച്ചിട്ടുണ്ട്. മാങ്ങയുടെ ചരിത്രവും പ്രത്യേകതയും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്തവണയും അരൂരിൽ മാങ്ങയുടെ തിരക്കേറിയിട്ടുണ്ട്. പറമ്പുകളിലെല്ലാം മാങ്ങ പറിക്കുന്നതിൻ്റെയും കച്ചവടം നടത്തുന്നതിൻ്റെയും ഒക്കെ തിരക്കാണ്. അരൂർ ഒളോർ മാങ്ങയെക്കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തന്നത് കഴിഞ്ഞ വർഷം പറഞ്ഞു തന്ന ഗോപാലേട്ടൻ ഇത്തവണയും ഇവിടെ പറമ്പിലുണ്ട്. മാങ്ങ പറിക്കുന്ന തിരക്കിലാണ്. 50 വർഷത്തിലേറെയായി ഈ ഒരു രംഗത്ത് സജീവമാണ് ഗോപാലേട്ടൻ. ഓരോ പറമ്പുകളിൽ നിന്നും മാങ്ങ ശേഖരിച്ചാൽ ആളുകളിലേക്ക് എത്തിക്കുക. ഒരു രാസവസ്തുക്കളോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ മാവിൽ നിന്നും പറിച്ച് നേരിട്ട് വിൽപ്പന നടത്തുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാങ്ങ നമുക്ക് ധൈര്യമായി കഴിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ മാമ്പഴത്തിൻ്റെ വിളവ് എങ്ങനെയാണ്, കാലാവസ്ഥ എങ്ങനെ ബാധിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഗോപാലേട്ടനോട് ചോദിക്കാം. അരൂർ ഒളോർ മാങ്ങ എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം വിളിക്കുന്നത് ഗോപാലേട്ടനെയാണ്. അപ്പോൾ എത്ര കാലമായി ഈ ഒരു മേഖലയിൽ വന്നിട്ട്? 55 വർഷമായി അരൂർ ഒളോർ മാങ്ങ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ മാങ്ങ എങ്ങനെയുണ്ട് സ്ഥിതി, കാലാവസ്ഥ? ഇപ്രാവശ്യം മാവ് പൂത്ത സമയത്ത് എല്ലാ കൃഷിക്കാർക്കെല്ലാം ഒരു ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഒരു മാസം കഴിയുമ്പോഴേക്ക് മഴ വന്ന് എല്ലാം കൂടി കരിഞ്ഞും പോയി. പിന്നെ 4 മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കുറവാ വിളവ് കുറവാ. കരിഞ്ഞു ആ പ്രകൃതിന്റെ ഇതുകൊണ്ടാണ്. പക്ഷെങ്കിൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും വലിപ്പമുള്ള മാങ്ങ ഇപ്രാവശ്യം മാങ്ങ വലുപ്പം ആയിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം വലുപ്പമുണ്ട്, ഇപ്രാവശ്യം പിന്നെ വലുപ്പം ആയിക്കില്ല. കച്ചവടം മാങ്ങ മൂപ്പ് ആയിക്ക്, മാങ്ങ മൂപ്പായിട്ട് പൊരി ആയിട്ടിരിക്കാം. അപ്പോൾ ഒരു 15-20 ദിവസം മുമ്പേ ഓരോരുത്തരെല്ലാം പറിക്കലായിരുന്നു തുടങ്ങി. പല സ്ഥലത്തുനിന്നും പിന്നെ കൈവേലി, കുരാച്ചുണ്ട്, അങ്ങനെ പിന്നെ അങ്ങനെ വേണ്ട സ്ഥലത്തു നിന്നെല്ലാം അരൂര് വാങ്ങിയെന്നും പറഞ്ഞ് വീട്ടപ്പെടുന്നുണ്ട്. പക്ഷെ മാങ്ങക്ക് ഏറ്റവും നല്ല അരൂര് മാങ്ങയാണ്. അപ്പോൾ മറ്റുള്ള സ്ഥലത്തു നിന്ന് വരുന്ന മാങ്ങ വലിയ ഗുണമില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ കച്ചവടം എങ്ങനെയുണ്ട്? ഇപ്രാവശ്യത്തെ കച്ചവടം മോശമൊന്നുമില്ല. കാലാവസ്ഥ പിന്നെ അനുകൂല, അതുകൊണ്ട് വിദേശത്തേക്ക് കയറ്റുമതി ഇല്ല. 8-7 വർഷമായി വിദേശത്തേക്ക് കയറ്റും. കഴിഞ്ഞ വർഷം കൊടുത്ത് ഖത്തറിലേക്ക്. ഇപ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞ് യുദ്ധമുള്ളത് കൊണ്ട് അത് പിന്നെ പറയാനാവില്ല. തൽക്കാലം ഇനിയിപ്പോൾ ഇപ്രാവശ്യത്തെ പോക്കിന്. അരൂർ ഒളോറിന്റെ ശരിക്കും എന്താണ് അതിന്റെ പ്രത്യേകത? എന്താ മറ്റു മാങ്ങകൾ വെച്ച് നോക്കും? അത് പിന്നെ വിത്തിന്റെ ഗുണമുണ്ട്, മണ്ണിന്റെ ഗുണം, പിന്നെ ഇതെല്ലാം ഒരു പ്രത്യേക ഇനത്തിൽ പെട്ട. അത് എല്ലാ സ്ഥലത്തും ഇല്ല. ഈ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമേ അതിൻ്റെ ഗുണമുള്ളൂ. മറ്റുള്ള വയലും ഭാഗത്തുള്ള വെള്ളം കയറുന്ന സ്ഥലത്തൊന്നും നമുക്ക് ഗുണം കുറവ്. പിന്നെ പറിച്ച് ആ സമയം തന്നെ കച്ചവടം ചെയ്യുന്നുണ്ട്. മുമ്പ് കാലങ്ങളിലുള്ള ഒരു നാരങ്ങൻ്റെ ഒരു അത്ര വണ്ണത്തിൽ ആ നേരത്ത് കൊള്ളു. ഇപ്രാവശ്യം ഏതാണ്ട് മൂപ്പ് എത്തിയതിന് ശേഷമാണ് കൊള്ളലെടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥ, പിന്നെ ഇപ്രാവശ്യവും കയറ്റുമതിയൊന്നുമില്ല. അപ്പോൾ എല്ലാവരുടെയും കുറേ ശങ്കുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് തീരൽ കുറയുന്നതായിരിക്കും, ഒരു പ്രതീക്ഷ കുറവ്. അപ്പോൾ ഈ അരൂർ ഭാഗത്ത് ഒളോർ മാവ് ഇല്ലാത്ത വീട് ഉണ്ടാവില്ല. ഏതാണ്ട് സ്ഥലത്തും മാങ്ങ ഉണ്ടാവും. പക്ഷെ മാങ്ങ ഉണ്ടായാൽ ചിലപ്പോൾ 5-10 മാങ്ങ ഉണ്ടെങ്കിലും ഒറ്റൊന്നെങ്കിലും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ 1-2 ഉണ്ടെങ്കിൽ അതിന് ഫുള്ളായിട്ടില്ല. അങ്ങനെ അതിൻ്റെ സ്ഥിതി. കേരളത്തിൽ വേറെ ജില്ലകളിലേക്കെല്ലാം കൊടുക്കുന്നുണ്ടോ? കേരളത്തിൽ പല സ്ഥലത്തും ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം നമ്മളറിയുന്ന വിളിച്ചിട്ട് പിന്നെ പോലെ വന്നിട്ട് മായി കൊണ്ടുപോകും, പാർസലായിട്ട് അയക്കും. അങ്ങനെ ഒരുപാട് മാങ്ങ പോകുന്നുണ്ട്. ഇപ്രാവശ്യവും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. എന്നെ വിളിച്ച ഒരുപാട് ആളുണ്ട്. കാരണം നല്ല ക്ലിയർ ആയിക്കില്ല. പിന്നെ ക്ലിയർ ആയിട്ട് ഞാൻ തരൂല നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇനി ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ വളങ്ങളും മറ്റു പൊടികളും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ കൊന്നേൻ്റെ ചപ്പും പേപ്പറും മാത്രമാണ് വേറെ വെച്ചാണ്. പഴുപ്പിക്കലില്ല, പഴുപ്പിക്കാൻ സമയം കിട്ടില്ല. പച്ച പറിച്ച് നിലത്തെത്തുമ്പോഴേക്ക് ഓരോ ആൾക്കാർ വരും, വലിച്ചു കൊടുക്കും.
അങ്ങനെയാക്കും. കഴിഞ്ഞ വർഷം നമ്മൾ ഗോപാലേട്ടൻ്റെ അടുത്ത് വന്ന് ഇതേപോലെ ഒരു പറമ്പിൽ നിന്ന് മാങ്ങ പറിക്കുന്നത് നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകളിലേക്ക് ആ വാർത്ത എത്തി. ഒരുപാട് ആളുകൾ മാങ്ങയ്ക്ക് വേണ്ടി വിളിച്ചു എന്ന് ഗോപാലേട്ടൻ പറഞ്ഞു. ഇത്തവണ അരൂരുള്ള ഒരു വീട്ടിൽ നിന്ന് മാങ്ങ പറിക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും എത്തിയത്. ഇവിടെയും വാങ്ങാൻ വേണ്ടി ആളുകൾ എത്തി ഗോപാലേട്ടനെ കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് സമയം ചോദ്യം ചോദിച്ച് ഗോപാലേട്ടൻ്റെ സമയം കളയുന്നില്ല. ഗോപാലേട്ടൻ എന്നാൽ എല്ലാവർക്കും എടുത്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തോ? ഗോപാലേട്ടനെയും അരൂർ ഒളോർ മാങ്ങയുടെ കച്ചവടത്തെയും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് പത്രപ്രവർത്തകൻ കൂടിയായ രാധാകൃഷ്ണേട്ടനാണ്. അങ്ങനെയാണ് നമ്മൾ ഗോപാലേട്ടൻ്റെ അടുത്ത് കഴിഞ്ഞ വർഷം എത്തിയത്. ഈ വർഷവും ഗോപാലേട്ടനൊപ്പം രാധാകൃഷ്ണേട്ടൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഗോപാലേട്ടൻ ഈ ഒരു പറമ്പിൽ നിന്ന് പറിച്ച മാങ്ങകളാണ് ഇവിടെ വിരിച്ചിട്ടിരിക്കുന്നത് കാണാം. ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കച്ചവടവും നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം മാങ്ങ കുറവാണ് നിങ്ങൾ പറയുന്നത്? കഴിഞ്ഞ ഇപ്രാവശ്യം മാങ്ങ കുറവാണ്, ഉൽപ്പാദനം കുറവാണ്. കാരണം ആദ്യം ഇത് മാമ്പൂ വിരിഞ്ഞ കാലത്ത് ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്ന കർഷകർക്ക് ഒരു നല്ലൊരു വരുമാനം ഉണ്ടാക്കാമെന്നുണ്ട്. പക്ഷേ പിന്നീട് ഉണ്ടായ കാലാവസ്ഥ മാറ്റം, അതായത് മഴക്കാറിൽ ഈ പൂക്കുല വലിയ തോതിൽ കരിഞ്ഞു പോയി. പിന്നീട് പിന്നെ ഉണ്ണിമാങ്ങ, അതായത് ചെറിയ മാങ്ങ, അത് വിരിഞ്ഞപ്പോൾ ശക്തമായ ചൂട്, അങ്ങനെ അതും കുറേ അങ്ങനെ ആ വഴിയും പോയി. ഇപ്പം ഓരോ മാവിലും ചുരുങ്ങിയ മാങ്ങ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിളവെത്തിയ വളരെ ഡിമാൻഡാണ്. കാരണം എല്ലാവർക്കും കൊടുക്കാൻ എത്തില്ല. അപ്പോൾ ഇതെവിടെയും കയറ്റി കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി. കാരണം പറിക്കുന്ന സ്ഥലത്ത് തന്നെ പല ദിക്കുകളിൽ നിന്നും ആളുകളെത്തി മാങ്ങ മൊത്തമായി വാങ്ങിക്കൊണ്ടുപോവുകയാണ്. ഇവിടെ വന്ന് വാങ്ങാൻ മറ്റൊരു കാരണം രാസവസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ വിശ്വസിച്ച് വാങ്ങാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ നേരെ അരൂരിലേക്ക് തന്നെ വരുന്നത്. ഇവരെയൊക്കെ കച്ചവടക്കാരെ സമീപിക്കുന്നത് മാവിൽ നിന്ന് നേരിട്ട് ആളുകളിലേക്ക്. അപ്പോൾ അതുമാത്രമല്ല, ഈ ഒരു മാവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പുള്ളൂണി അല്ലെങ്കിൽ ഇത്തൽ കണ്ണി എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഈ മാങ്ങകളെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അത് തീർച്ചയായും ഉണ്ട്. കാരണം നിരവധി മാവുകൾ അരൂരിൽ ഈ ഇത്തിക്കണ്ണി മൂലം ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇത് പക്ഷികളും മറ്റും ആ വഴിയാണ് വരുന്നത്. മറ്റു പല ദിക്കുകളിൽ നിന്നും ഈ കമ്പിൽ വന്നിരിക്കുന്ന പക്ഷികൾ കാഷ്ടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കാലുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വിത്തുക്കളാണ് ഈ മാവുകൾ ഇത് വളരാൻ കാരണമാകുന്നത്. ഈ മാവിന് വളരെ ശക്തി കുറവാണ് തോലിന്. അതിൻ്റെ നീര് ഈത്തിക്കണ്ണി അഥവാ നാട്ടിൽ പറയുന്ന പുള്ളൂണി ഊറ്റിക്കുടിക്കുന്നത് കൊണ്ടാണ് മാവിൻ്റെ ആരോഗ്യം ക്ഷയിച്ച് ഉണങ്ങിപ്പോകുന്നത്. പ്രാവശ്യം എൻ്റെ അറിവിൽ നിരവധി മാവുകൾ അങ്ങനെ ഉണങ്ങിയിട്ടുണ്ട്. അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. കാരണം ഇതിനെ തടയാൻ അത് തൊലിയടക്കം ചെത്തുക മാത്രമേ രക്ഷയുള്ളൂ. പക്ഷേ അതിനും ഫലപ്രദമായ സംവിധാനങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ടവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഏറെ പ്രതീക്ഷയോടെയാണ് അരൂർ റോളറിനെ ജനം കാണുന്നത്. ഇപ്പോൾ തന്നെ ഭൗമസൂചിക പദവിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭരണകൂടങ്ങൾ, അതായത് ഗ്രാമപഞ്ചായത്തായാലും സംസ്ഥാന സർക്കാരായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ എൻ്റെ അടുത്ത് തന്നെ പലരും സമീപിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതെ അതിൻ്റെ നടപടിക്രമങ്ങൾ MLA ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ ചെയ്തു വരികയാണ്. ഇപ്പോൾ ഈ പുതിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്തെങ്കിലും ഒരു സംസ്കരണ കേന്ദ്രം അരൂരിൽ തുറക്കാനുള്ളൊരു സംവിധാനം ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതൊക്കെ കർഷകർക്ക് ഏറെ ഗുണം ചെയ്യും. ഇപ്പം ഉയരമുള്ള മാവുകളിൽ ഇപ്പോൾ ഇവിടെ ക്രോണിംഗ് സംവിധാനമൊന്നും നിലവിലില്ല. മാവ് വളർന്നു പോവുകയാണ്. അപ്പോൾ ഉയരങ്ങളിലുള്ള മാവുകൾ പറിക്കാനാവാത്ത മാങ്ങ നിലം പതിച്ച് അവിടെ കെട്ടുപോകും. അപ്പോൾ അതൊക്കെ സംഭരിച്ച് പുതിയ എന്തെങ്കിലും പല സംസ്കരണ വൈവിധ്യമായ ഉണ്ടാക്കുവാൻ വേണ്ടി രീതിയിലേക്ക് നീങ്ങാൻ വേണ്ടിയുള്ള ശ്രമം ഗ്രാമപഞ്ചായത്തും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കർഷകർക്ക് ഏറെ ഒരു പ്രോത്സാഹനമാണ്, പ്രതീക്ഷയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ നൽകിയ വാർത്തയിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, തേനൂറും മധുരവുമായി അരൂർ ഒളോർ ഇത്തവണയും കടൽ കടക്കുമെന്നാണ്. പക്ഷേ ഇത്തവണ കടൽ കടക്കുന്നില്ല അല്ലേ? ഇല്ല, അത് കച്ചവടക്കാർക്കും മറ്റേ കർഷകർക്കും വലിയൊരു നഷ്ടമാണ്. കാരണം അതിനിടയ്ക്ക് വന്ന യുദ്ധമാണ്. വിമാനങ്ങളൊക്കെ റദ്ദാക്കി, ഒരു സാധനവും അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമതിയില്ല. അവരുമായി ബന്ധപ്പെട്ടപ്പോൾ രക്ഷയുമില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് കർഷകർക്ക് തീർച്ചയായും ഒരു വലിയൊരു തിരിച്ചടിയാണ്. നല്ലൊരു വരുമാന മാർഗ്ഗമാണ് നഷ്ടപ്പെടുന്നത്. നാട്ടിൽ തന്നെ വിൽപ്പന ഇപ്പം നാട്ടിൽ തന്നെ വിൽപ്പന നടത്തുകയാണ്. ഈ ജില്ലയിൽ നിന്ന് മാത്രമല്ല പുറത്തുള്ള ജില്ലയിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മാങ്ങയ്ക്കായിട്ട്. ഇതാണ് രാസവസ്തു ഇല്ലാത്ത, വിശ്വസിച്ച് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഒരു ഇപ്രാവശ്യം മാങ്ങയ്ക്ക് പ്രത്യേകത കാണുന്നത് പിന്നെ ഈ വലുപ്പക്കുറവാണ്. അതുപോലെ തന്നെ നല്ല കളർ കിട്ടുന്നുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നത് വെയിൽ നല്ല ശക്തമായ വെയിലുള്ളത് കൊണ്ടാണ് ആ കളർ വരുന്നത് എന്നാണ്. അപ്പോൾ നല്ലൊരു ആകർഷണമുള്ള മാധുര്യത്തെ നല്ല ആകർഷണമുള്ള ഒരു ഫലമായി ഒരു മാമ്പഴം ഈ അരൂർ ഒളോർ മാറിയിട്ടുണ്ട്. അരൂർ എന്ന് പറയുന്ന ഒരു നാടിനെ മാത്രമല്ല, നമുക്ക് ആകെ അഭിമാനം ഉള്ള ഒരു
ഉൽപ്പാദനമാണ് അല്ലെങ്കിൽ ഒരു ഫലമാണ് ഈ ഒരു മാമ്പഴം. അത്രയും രുചികരമാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശത്ത് ഉൾപ്പെടെ അറിയപ്പെടുന്ന അരൂർ ഒളോർ മാങ്ങ. ഇത്തവണയും മാങ്ങയ്ക്ക് തിരക്കാണ്, ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, വാങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വരുന്ന വഴിയിലെല്ലാം കടകളിലുമൊക്കെ ഇത് വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത് കാണാം. ഒരുവിധം എല്ലാ വീടുകളിലും ഈ ഒരു മാമ്പഴം ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു പ്രദേശത്തിൻ്റെയും പ്രത്യേകത. അപ്പോൾ അരൂർ ഒളോർ മാങ്ങയുടെ വിശേഷം ഇവിടെ തീരുന്നില്ല. അടുത്ത വർഷം പുതിയ വിശേഷങ്ങളുമായി നമ്മളെത്തും. ഗോപാലേട്ടൻ കൂടെ ഉണ്ടാകും, ഒപ്പം രാധാകൃഷ്ണേട്ടനും ഉണ്ടാകും. തൽക്കാലത്തേക്ക് നമ്മൾ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി.